ലാസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ എന്റെ അടുത്ത് ആരോ പറഞ്ഞു എനിക്ക് ഓസിഡിയാണ്. ശരിക്കും എനിക്ക് ഓസിഡിയാണ്. നിങ്ങൾ ഇത് നോക്ക്, വിൻഡോയിൽ പൊടി, ബെഡിൽ പൊടി, മേശയിൽ പൊടി, കട്ടിന്റെ അടിയിൽ പൊടി. 1.5 മാസമായിട്ട് റൂം ക്ലീൻ ആക്കാത്തതുകൊണ്ടുള്ള എല്ലാ ഗുണങ്ങളും ഞാൻ എന്റെ റൂമിൽ കാണുന്നുണ്ട്. ഇത് നോക്കിക്ക് ഒരു അംഗം വെട്ടിയ പോലെ ഇല്ലേ കാണാൻ. എന്നാ പിന്നെ ഒന്നും തുടങ്ങാം. ആദ്യം റൂമിലെ സകല സാധനം എടുത്ത് ഞാൻ പുറത്തുണ്ടാക്കുന്നുണ്ട്. വൃത്തിയുടെ കാര്യത്തിൽ ഞാൻ സൂപ്പറാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. എന്റെ കയ്യിലെ ഗാഡ്ജറ്റ് ഒക്കെ എടുത്ത് ഞാൻ ബെഡിൽ കൊണ്ട് വെക്കുവാണ്. റൂം ആദ്യം മൊത്തം കാലിയാക്കണം. അങ്ങനെ സാധനം വെച്ച് എന്റെ പ്ലേ ബട്ടനായിരിക്കും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കുറെ ദിവസമായി കൈ കൊണ്ട് തൊട്ടിട്ട് ഈ തോക്കായിരിക്കും ഓർമ്മയുണ്ടോ? അങ്ങനെ ബെഡ് ഞാൻ ഫുള്ള് നിറച്ച് റൂം മൊത്തം ക്ലിയർ ആക്കി. ഇപ്പൊ ബെഡിന്റെ അവസ്ഥ ഒക്കെ ഒരു പൂന്തോട്ടം പോലെ ഇല്ലേ? വാവ്. ബാക്കി സാധനങ്ങളൊക്കെ എടുത്ത് പുറത്താ വെച്ചിട്ടുള്ളത്. ഇനിയാണ് ക്ലീനിങ്. പൊടി എടുക്കുന്ന സാധനത്തിന്റെ അകത്ത് ഫുള്ള് പൊടി. ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ സൂപ്പർ ആയിട്ടാ. പകുതി മുക്കാല് പണിയും പെട്ടെന്ന് തന്നെ തീരും. ഈ അരട്ട് കളി അതെന്റെ ചോരയിലുള്ളതാണ്. എന്നാ പിന്നെ ഒരു പാട്ടും വെച്ചിട്ട് തുടങ്ങാം. ആദ്യം കംപ്ലീറ്റ് പൊടിയ റൂമിത്തെ മൊത്തം ക്ലിയർ ചെയ്യണം. പിന്നെ അരട്ട് ഇളകുന്നുണ്ട്. ഇത് നിങ്ങൾ കാര്യാക്കണ്ട. റൂം ഫുള്ള് ക്ലീൻ ആക്കിയപ്പോ കിട്ടിയ പൊടിയാണ് ഇത്. ഇത് ചാടാൻ വന്നപ്പോ നല്ലൊരു മഴ പെയ്ത്. ഈ മഴയും വെയിലും ഒപ്പരം വന്ന എന്തോ പറയാനില്ലേ, കുറുക്കന്റെ കല്യാണം. എന്തായാലും ഈ മഴ കണ്ടോണ്ടിരിക്കുക വേറെത്തന്നെ സുഖ. ഈ മടി പിടിച്ചിരിക്കുന്ന സമയത്ത് മഴ കാണാൻ പാടില്ല. എള്ളലും ഫുള്ള് മടിയാ. പൊടി എടുത്ത ഇനി നമ്മൾ തുടക്കണം. ഇത്രയും നല്ല ലോയൽ ആയിട്ടുള്ള ഒരു ചെക്കനെ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കിട്ടുമോ? പക്ഷെ എത്ര ലോയലാന്ന് പറഞ്ഞാൽ ഈ അരട്ട എനിക്ക് ഉണ്ടാകും കേട്ടോ. ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നില്ല, അറിയാണ്ട് വരുന്നത്. എനിക്ക് അറിയില്ല ഇത്. എനിക്കൊരു കാര്യം പറയണ്ടേ, വേഗം എന്റെ വീഡിയോ ഒക്കെ ലേക്ക് അടിച്ചോ. അല്ലേ ഇത് വെച്ച് ഞാൻ അറത്ത് കൊല്ലും. ഐ ആം വാച്ചിങ് യു. വണ്ടിയുടെ ഗിയർ മാറ്റുന്നതെന്ന് വിചാരിക്കണ്ട. പാട്ടിന്റെ വൈബിനനുസരിച്ച് ഡാൻസ് കളിക്കുകയാണ്. ഞാൻ പണ്ടത്തെ ഡാൻസ് മാസ്റ്റർ. ഞാൻ സകലകല വല്ലഭനാന്ന് അറിയാലോ. നമ്മള് ഗണ്ണ് ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് മോനെ മെയിൻ മിഷൻ. അതിന്റെ മുമ്പ് ഇന്ന പിടിച്ച ഐ ലവ് യു. തുടക്കാൻ തുടങ്ങിയ പിന്നെ എനിക്ക് പ്രാന്താവും. കാണുന്ന എല്ലാം പിടിച്ച് ഞാൻ തുടക്കാൻ തുടങ്ങും. അതിന്റെ ഇടയ്ക്ക് ഇവൾ എന്നെ താഴത്ത് വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇവൾ ഉണ്ടാക്കിയ ഒരു ഐസ് ഉണ്ടാക്കി നീ കുടിച്ചു നോക്ക്. അതിന്റെ പകുതി മുക്കാൽ ഓൾ എന്നെ കുടിച്ച് തീർത്തു. ഒറ്റത്ത് മാത്രം എനിക്ക് തന്നെ തേങ്ങ രസന എന്തോ കലക്കിയിട്ട് ഉണ്ടാക്കിയ സാധനം കൊള്ളാം. പണിയെടുത്തോണ്ടിരിക്കുമ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ നല്ല സുഖം. പൊടി എടുത്ത് കഴിഞ്ഞ് ഇനി നമ്മൾ ഫുള്ള് വെള്ളം മുക്കി തുടക്കണം. തുടച്ച് എനിക്ക് അരട്ടായി. ഞാൻ എന്റെ എല്ലാ കാര്യത്തിലും ഭയങ്കര ആത്മാർത്ഥതയാണ്. ആത്മാർത്ഥത കൂടിപ്പോയതുകൊണ്ട് 4:23 ആയിട്ടുണ്ട്. ചോറ് പോലും വെച്ചിട്ടില്ല. മനുഷ്യൻ തളർന്ന് വിശക്കാൻ തുടങ്ങി. എന്റെ കുഞ്ഞു വയറ് കരയാൻ തുടങ്ങി. താഴത്ത് വന്നപ്പോൾ നല്ല ചെറുവാര മുളക്. എനിക്ക് ഈ പൊരിച്ച മുളക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല പണിയെടുത്തിട്ട് വിശന്നിട്ട് ഫുഡ് കഴിക്കുക എന്തൊരു ടേസ്റ്റ് ആണെന്നറിയോ. സമയം ഞാൻ ഒട്ടും ലേറ്റ് ആയില്ല. കാരണം രാത്രി വന്നപ്പോഴത്തേക്ക് പണി തീർക്കണോ. ഇന്നും കുറെ ചെയ്ത് തീർക്കാനുണ്ട്. റൂം മാത്രമേ ക്ലീൻ ആക്കിയിട്ടുള്ളൂ. ബാക്കി പുറത്തത്തെ സാധനം കൂടി ക്ലീൻ ആക്കി വെക്കാനുണ്ട്. ഈ കൂളർ വാങ്ങിച്ചിട്ട് ഒരു പ്രാവശ്യം പോലും ഇട്ടാക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്ക് മഴ പെയ്തു. ഇനിയാണ് ഏറ്റവും വലിയ ടാസ്ക്. ഈ സാധനങ്ങളൊക്കെ എടുത്ത് അപ്പുറം കൊണ്ടാക്കണം. അതിന് ഞാൻ ഒരു 10 റുപ്യന്റെ ലേസ് എടുത്തിട്ട് ഇവനെ ഞാൻ വശീകരിക്കുന്നുണ്ട്. ഈ ലേസ് വേണമെങ്കിൽ നീ സാധനങ്ങളൊക്കെ അപ്പുറത്ത് കൊണ്ടാച്ച് എനിക്ക് ലേസ് തരാന്ന് പറഞ്ഞിട്ട് വശീകരിച്ചു. പറയേണ്ട താമസം എല്ലാ സാധനങ്ങളും എടുത്തിട്ട് അപ്പുറത്തേക്ക് കൊണ്ടാച്ചിരുന്നുണ്ട്. 10 റുപ്യന്റെ ലേസിന് വേണ്ടി ആളെ കൊല്ലാൻ പോലും മടി കാണിക്കാത്തവനാണ് ഇവൻ. പറഞ്ഞ എല്ലാ സാധനം എനിക്ക് എടുത്ത് കൊണ്ടാച്ചു തന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് തുടച്ച് തളർന്നിട്ട് ബാക്കി ഞാൻ ഓനോട് പറഞ്ഞപ്പോൾ അതും എനിക്ക് ഫുള്ളായിട്ട് തുടച്ചു തന്നു. നല്ല ചെക്കൻ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇമ്പോർട്ട് ചെയ്ത സാധനം ഓനെ കൊണ്ട് തന്നെ ഞാൻ എക്സ്പോർട്ടും കൂടി ചെയ്യിപ്പിക്കുന്നുണ്ട്. 10 റുപ്യന്റെ ലേസിന് പട്ടിപ്പണി എടുപ്പിക്കുന്നതെന്ന് വിചാരിക്കും എല്ലാവരും. എന്തായാലും പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട്. സാധനം കൊടുത്ത് ഓനെ ഹാപ്പി. അങ്ങനെ രാത്രി 9:35 എന്റെ റൂം മൊത്തം ഫിനിഷ് ആയിട്ടുണ്ട്. കാണുമ്പോൾ ചെറുതായിരിക്കും. ഇതൊക്കെ ചെയ്ത് ചേർത്തപ്പോഴത്തേക്കും എന്റെ നടു ഒടിഞ്ഞ് ഞാൻ തളർന്ന് കൈ. റൂം നല്ല വെട്ടി തിളങ്ങുന്നുണ്ട്. പക്ഷെ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്ലീൻ ആക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ പകുതി വെയിറ്റ് അങ്ങ് കുറഞ്ഞു. ഞാൻ മെലിഞ്ഞു പോയി. എന്നാ പിന്നെ അടുത്ത വീഡിയോ കാണാം. ഓക്കെ ബൈ, ലവ് യു ഉമ്മ.